ഹായ്, ഇന്ന് രാവിലെ തന്നെ ദേ നമ്മൾ സൈഡിലെത്തിയിട്ടുണ്ട്. മഴയൊന്നുമില്ല, നല്ല രീതിയിലുള്ള വെയിൽ. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇറ്റാച്ചി ഇവിടെ മൊത്തം ട്രാക്കിലുള്ള ചളിയൊക്കെ ഒന്ന് മാറ്റി ഇനി മുകളിലോട്ട് കയറി പോകണം. അതേപോലെ നമ്മുടെ JCB ദേ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ പണി വരുന്നതും നമ്മുടെ പൊസങ്കടി ഈ കുന്നിൻ്റെ മുകളിൽ തന്നെയാണ്. കുന്നിൻ്റെ മുകളിൽ കുറേ മണ്ണൊക്കെ ഇനി മറിച്ച് മാറ്റിയിടണം. നമ്മുടെ ഇറ്റാച്ചി സൈഡിലോട്ട് മാറ്റിയിടും. അതൊക്കെ നമ്മൾ ലെവലാക്കി പോകണം. ലെവലാക്കി തന്നെ അതൊക്കെ തള്ളി നമ്മുടെ ലോഡർ വെച്ച് തള്ളി സെറ്റാക്കി പോകണം. എന്താവും സ്ഥിതി എന്നൊന്നും അറിയില്ല. മഴയില്ലെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോവാം. പക്ഷെങ്കിൽ ഇന്ന് ഇതാണ് കാലാവസ്ഥ. ഉണ്ടോ, ആകാശമൊക്കെ മഴക്കാറുണ്ട്, എന്നാൽ പോലും നല്ല രീതിയിലുള്ള സൂര്യൻ ഇപ്പോൾ ഉദിച്ച് വരുന്നുണ്ട്. ഏത് നിമിഷവും സൂര്യൻ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി മലയുടെ മുകളിലോട്ട് കയറിപ്പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറ്റാച്ചി അതാ നല്ല മന്ദം ഇങ്ങനെ പോവാണ്. ഇവിടെയുള്ള ചളിയുടെ അവസ്ഥ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും നടന്നു പോകാൻ നമുക്ക് ആർക്കും ഇതുവഴി പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി അതേ മലയുടെ മുകളിലോട്ട് നല്ല കയറാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല കയറ്റമൊക്കെ ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല അതിമാരകമായ ചളിയുമാണ്. നമ്മുടെ JCB അതുവഴി പോകുമോ എന്നറിയില്ല. അപ്പം നമ്മുടെ JCB സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ കോലം കണ്ടാൽ അമ്മാരി കക്കാണ്. മൊത്തം ചളിയിലാണ് കേട്ടോ. അതേ ബക്കറ്റൊക്കെ നോക്കി ഫുൾ ചളി. പക്ഷേ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ എൻജിനും ഭാഗങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നോക്കിയാൽ മാത്രം മതി. അപ്പം നിലവിൽ എൻജിൻ്റെ സൈഡിൽ നിന്ന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ബോഡി മാത്രമേ ഇങ്ങനെ ചളി കുളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ മണ്ണിൽ പണിയെടുക്കുന്നതുകൊണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിനെ മൊത്തം വാഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ ഇവിടുത്തെ വർക്ക് കഴിയും വരെ ഈ വണ്ടി ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെയൊന്നും വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഹൈഡിലെങ്കിലും ഇടുന്നുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്. നേരത്തെ വന്ന് ഓയിലും അതുപോലെ തന്നെ റേഡിയേറ്ററിലെ വെള്ളമൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് സ്റ്റാർട്ടിങ്ങിന് ഇട്ടത്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിന് ഇടാറുണ്ട് കേട്ടോ. നമ്മുടെ ഇറ്റാച്ച് ദൂരെ നിന്ന് നല്ല കാര്യമായിട്ടുള്ള പണി തന്നെയാണ്. അവിടുത്തെ റോഡൊക്കെ മൊത്തത്തിൽ പോയി, അതൊക്കെ ശരിയാക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും പണി തുടങ്ങാൻ വേണ്ടി പോവാണ്. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ നമ്മുടെ മലമുകളിലോട്ട് കയറി പോകേണ്ട പരിപാടിയിലാണ്. ഫുഡുമായി നമ്മുടെ ഓട്ടോ അതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ JCBയുമായി ഇതേ മുകളിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ആ ഫ്രണ്ടിലുള്ള ആ കയറ്റം വണ്ടി കാര്യമാണെന്ന് അറിയില്ല. കാരണം അതേമാതിരിയുള്ള ചളിയാണ്. നമ്മൾ 4x4-ലൊക്കെയാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. എങ്ങനെ പോയാലും ഇത് കയറാനുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ കയറും, ചിലപ്പോൾ കയറില്ല. എന്തായാലും വണ്ടിയുടെ ഒരു ഇതുപോലെ ഇരിക്കും. നല്ല ഹെവി ആയിട്ടുള്ള കയറ്റാണ്. അപ്പോൾ അതാ കഷ്ടപ്പെട്ട് ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പറയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഇവിടെ ചളി കുളമായിട്ട് കിടക്കുകയാണ്. നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതുവഴി എങ്ങനെയാ വണ്ടി പോകുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മളെ ട്രാക്കൊക്കെ മാറ്റി പിടിച്ച് ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ചളിയൊക്കെ വടിച്ച് കൂട്ടണം. ഇതുവഴി വണ്ടി കയറുമോ എന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ചെരിഞ്ഞു കേട്ടോ. മൊത്തം ചെരിഞ്ഞത് ബക്കറ്റൊക്കെ തട്ടി. ഇനി ഇവിടുന്ന് വണ്ടി പോകില്ല. മൊത്തം ഇതാണ് അവസ്ഥ. ബേക്കിലത്തെ സ്റ്റെബിലൈസറൊക്കെ തട്ടിപ്പോയി. നല്ല ചളിയാണ്.
ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാൻ പറ്റൂ. അപ്പൊ നമ്മളെന്തായാലും പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയുള്ള മണ്ണൊക്കെ ഇത് മൊത്തം മണ്ണല്ല, ഇവിടെയുള്ള ചളിയൊക്കെ മൊത്തം ഇങ്ങനെ അരിച്ച് കൂട്ടി ഒഴിവാക്കണം. രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. കാരണം വേറൊന്നുമല്ല, വർക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. വർക്ക് വളരെ കുറവായത് കൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഒരുവിധ റോഡ് റെഡിയാക്കി വിട്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം ചളിയായിരുന്നു, അതൊക്കെ നമ്മൾ കോരി ഇതേ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇതുവഴി നമുക്ക് കാര്യം മുകളിലോട്ട് പോകണം. അവിടെയാണ് ബാക്കി പരിപാടികൾ കിടക്കുന്നത്. നമ്മുടെ സൂര്യൻ വീണ്ടും പോയി കേട്ടോ. പക്ഷെ എന്നാലും മഴ പെയ്ത് തുടങ്ങിയില്ല. നമ്മുടെ ഹൈവേയിലൂടെയൊക്കെ വണ്ടികളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുന്ന് കാറ്റി പോകാൻ കുറച്ച് റിസ്ക് ആണ്. വണ്ടിയുടെ ടയറൊക്കെ പൊങ്ങിയിട്ടാണുള്ളത്. എന്താ സംഭവം എന്ന് വെച്ചാല് ഇവിടെ ഇരിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. മൊത്തം സ്ലിപ്പായി പോവാണ്. ഈ കുഴിയിൽ നിന്ന് നമുക്ക് കയറ്റി എടുക്കണം. അതാണ് പരിപാടി. തള്ളി നമ്മുടെ ബക്കറ്റ് കൊണ്ട് ഇങ്ങനെ കയറ്റി എടുക്കണം കേട്ടോ. അപ്പൊ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നുണ്ട്. ഇനി മെല്ലെ ഇതുവഴി ഇങ്ങനെ തള്ളി അതേ പരിപാടി നടക്കും. പഠിച്ച പണി 18 നോക്കി ഈ കുഴിയിൽ നിന്ന് വണ്ടി കയറുന്നില്ല. ഇതുവഴി കയറിയിട്ട് പോകണം. അപ്പൊ വീണ്ടും നമുക്കൊരു ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഒരു റാമ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ഇവിടെ ഒരു റാമ്പ് അടിക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോഴിതേ നമ്മുടെ കടല് കാണുന്നില്ല, മൊത്തം വൈറ്റ് കളറാണ്. അപ്പം അടുത്ത മഴ വരുന്നുണ്ട് എന്നുള്ളൊരു സൂചനയാണ്. അതിന് മുമ്പിട്ട് ഇതേ ദൂരേറ്റ് മഴ പെയ്യുന്നത് കാണാം നമുക്ക്, ഒരു ഫോഗ് പോലെ. അപ്പൊ അതിന് മുമ്പിട്ട് നമുക്ക് ഇവിടെ റാമ്പ് അടിച്ച് തീർക്കണം. ചെറിയൊരു ഗ്യാപ്പും കൂടി അടിച്ച് നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ റാമ്പൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇതേ കണ്ടോ, ഇതുവഴി കയറാനുള്ളൊരു വഴിയൊക്കെ നമ്മൾ സെറ്റാക്കി. കാരണം ഇതുവഴി കയറാൻ പറ്റുന്നില്ല. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടോ, മഴയത്ത് ഇങ്ങനെ നനഞ്ഞു വരികയാണ്. മഴ ഇപ്പോ വലിയ രീതിയിൽ കൂടിയില്ല, പക്ഷെങ്കിൽ ദൂരെയായിട്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്നത് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിപ്പോ നമ്മുടെ അടുത്തടുത്തായിട്ട് വരും. നല്ല ഹെവി ആയിട്ടുള്ളൊരു മഴ വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് എന്തായാലും ഇതിന്റെ മുകളിലോട്ട് കാര്യം പോകണം. നമ്മുടെ ഇറ്റാച്ചി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മലയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇതേ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കണ്ടോ, നമ്മുടെ റോഡൊക്കെ കാണാൻ അടിപൊളിയാണ്. ഓ, ഇവിടെയൊക്കെ നല്ല കുഴിയാണ് കേട്ടോ. വണ്ടിയൊക്കെ പൊങ്ങി പോകുന്നുണ്ട്, ഇരിക്കാൻ പറ്റുന്നില്ല സീറ്റിൽ. വണ്ടി ഇങ്ങനെ ഊരി കളിക്കണം കേട്ടോ, ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല കേട്ടോ. സ്റ്റിയറിംഗ് ഒക്കെ വെറുതെ ചുമ്മാ ഓടിക്കുന്നതാണ്. ഒരു ആനക്കുട്ടി പോകുന്ന പോലെയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. അതേപോലെ ഫ്രണ്ടിലായിട്ട് ഇതേ നമ്മുടെ ഇറ്റാച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. വൈപ്പർ കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് വൈപ്പർ ഇടാൻ പറ്റുന്നില്ല. വൈപ്പറിന്റെ മോട്ടോറിന് എന്തോ കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഇറ്റാച്ചി ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ഇറ്റാച്ചി ഒരു വഴി ഉണ്ടാക്കി അതുവഴി മുന്നോട്ട് പോകേണ്ട പരിപാടിയാണ്. കാരണം മൊത്തം മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മണ്ണൊക്കെ മൊത്തം ചളിക്കുളമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡൊക്കെ നമ്മുടെ ഇറ്റാച്ചി മൊത്തം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ഏതാണ്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊന്ന് ക്ലിയർ ആക്കണമെങ്കിൽ മഴയൊക്കെ മാറണം. എന്നാലും കൂടി നിൽക്കുന്ന മൺകൂനകളൊക്കെ മൊത്തത്തിലൊന്ന് പരത്തിയിട്ടിട്ടുണ്ട്. അതേപോലെ ഈ കാണുന്ന മൺകൂനയൊക്കെ ഇനിയിപ്പോ പരത്തി റെഡിയാക്കണം. അങ്ങനെ ഒരുവിധം നമ്മൾ മുകളിലെത്തി. ദേ ദൂരെയായിട്ട് കണ്ടോ, നല്ല ഇടിവെട്ട് മഴ നല്ല കനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫ്രണ്ടിൽ കാണുന്നത് ഈ കാണുന്ന ഏരിയ ഒക്കെ ഇല്ലേ, ഇതൊക്കെ മൊത്തം കടലാണ് കേട്ടോ. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കടൽ മൊത്തം മൂടിക്കെട്ടിരിക്കുകയാണ്. കാരണം നല്ല രീതിയിൽ ഇപ്പം കടലിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതാണ് കേട്ടോ ഇന്നത്തെ അവസ്ഥ, നമ്മുടെ കാലാവസ്ഥ. അപ്പൊ നല്ല ഇടിവെട്ട് മഴ വരുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, ദൂരെയായിട്ട് നല്ല ശക്തമായ മഴ ഇങ്ങനെ പെയ്ത് വരികയാണ്, ഒരു ഫോഗ് പോലെ. നമ്മുടെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ. ഇവിടെ ഒന്നും ഇപ്പൊ പെയ്തില്ല, വെള്ളമൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ചെറുങ്ങനെ പൊടിയായിട്ട് പെയ്യുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നല്ല രീതിയിൽ ശക്തി പ്രാപിച്ച് നമ്മുടെ മഴ മൊത്തം വീശി അടിക്കും. രാവിലത്തെ വെയിലൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇന്ന് മഴയൊന്നും ഇല്ലാന്ന്. ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. അതെ, താഴെ നമ്മുടെ റോഡിലൂടെ ടാങ്കർ ലോറികളൊക്കെ പോകുന്ന കാണാം. അപ്പം നമ്മുടെ ഈ മഴ അടുത്തെത്തിക്കഴിഞ്ഞു. ഇവിടേക്ക് വന്നു തുടങ്ങി കേട്ടോ, മഴ കൂടി കേട്ടോ. അതാ മൊത്തത്തിൽ മഴ പെയ്തു, ഒന്നുകൂടെ അതിന് ശക്തിയാവും. അതാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇവിടെ ഒരു ഇത് നമുക്ക് ഗ്ലാസ് വെള്ളം താത്താം, ഇല്ലെങ്കിൽ നമ്മൾ മൊത്തം നനഞ്ഞു കുളിച്ചു പോകും. ഗ്ലാസ് വരെ മൊത്തം ആവിയായിപ്പോയി കേട്ടോ. അപ്പൊ നമ്മുടെ ചെക്കൻ എന്തായാലും ഇവിടുന്ന് പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ശക്തമായ മഴയായത് കാരണം ജസ്റ്റ് ഒന്ന് സൈലന്റ് ആയി, ഒന്ന് ഹോൾഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വലിയ രീതിയിൽ മഴ പെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യില്ല, കാരണം മൊത്തം വെള്ളം മാത്രമായി പോകും. അപ്പം മഴയൊക്കെ മാറി ഇതേ വെയിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കടല് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നീ നോക്കിയേ, നമ്മുടെ ക്യാമറയിൽ അത്ര ക്ലിയർ ഇല്ല എന്നേ ഉള്ളൂ, പക്ഷെ അതിൽ കണ്ണുകൊണ്ട് കാണുമ്പോൾ നല്ല അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ്. നമുക്കൊരു സാധനം വണ്ടിയിലോട്ട് കയറ്റി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ വീണ്ടും മലയൊക്കെ ഇറങ്ങി താഴോട്ട് പോകണം. നമ്മുടെ റോഡ് കട്ട് ചെയ്യുന്നൊരു മെഷീൻ കാറ്റാൻ വേണ്ടി ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പം അതിലോട്ട് സാധനം കയറ്റി കൊടുക്കണം. ഇതേ ദൂരെയായിട്ട് താഴെ നമ്മുടെ ഓട്ടോ നിൽക്കുന്നത് കാണാം, അതിനടുത്തായിട്ടൊരു മെഷീനും കാണാം. അതെടുത്ത് നമുക്ക് ഓട്ടോയിൽ വെച്ച് കൊടുക്കണം, അതാണ് പണി. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ചളിയിൽ കൂടെ കറങ്ങി തെറിഞ്ഞ് ഊരി എങ്ങനെയല്ലോ താഴെ എത്തണം. ഇനിയിപ്പോൾ നമ്മളെ നേരത്തെ നമ്മൾ ഇറങ്ങിപ്പോകുന്ന സ്ഥലമൊക്കെ നോക്കി മൊത്തം വെള്ളക്കെട്ടായി കുളമായി മാറിയിട്ടുണ്ട്. അതിലൂടെ പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിത് ഇവിടെ ഒരു ചെറിയ വഴി അങ്ങ് ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ അങ്ങ് പോകണം. പക്ഷെ വണ്ടി നല്ല രീതിയിൽ ഊരി പോകുന്നുണ്ട് കേട്ടോ, വണ്ടി പിടിച്ചിട്ട് കിട്ടുന്നില്ല. കണ്ടോ, ഇവിടേക്ക് ഇപ്പോൾ ഊരിയാണ് വന്നത്, നമ്മുടെ ടയർ വന്ന കലയാണത്. ഇതിലേതാണ്ട് മുട്ടിനെക്കാട്ടോ ആയത്തിൽ വെള്ളമുണ്ട്. നമ്മളെന്തായാലും ഇതുവഴി ഇറങ്ങി ഇങ്ങനെ പോവാണ്. ക്യാരം ബോർഡിൽ സ്ട്രൈക്കർ കളിക്കും പോലെയാണ് നമ്മുടെ വണ്ടി ഇപ്പൊ കളിക്കുന്നത്. ഇനി വിടുന്നൊരു ഊരലുണ്ട്. എന്തായാലും തിരിച്ച് കയറാൻ കുറച്ച് പണിയാന്നുള്ള മനസ്സിലായി, കാരണം ബ്രേക്ക് ചാട്ടിട്ടൊന്നും വണ്ടി നിൽക്കുന്നില്ല. ടയർ നിൽക്കുന്നുണ്ട്, പക്ഷെ വണ്ടി നിൽക്കുന്നില്ല. ടയറൊക്കെ ഒരു സ്ലിപ്പായിട്ടാണ് പോകുന്നത്. എന്തായാലും നമുക്ക് ഓട്ടോയിലോട്ട് സാധനം കയറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ വർക്കേഴ്സൊക്കെ ഇത് കയറൊക്കെ ഇട്ട് ആ മെഷീൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനെ തൂക്കിയെടുത്ത് നമ്മുടെ ഈ ഓട്ടോയിൽ വെക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ആ മലയൊക്കെ ഇറങ്ങി ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ സാധനം ഓട്ടോയിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം ഏതാണ്ട് 10:30 ആവാറായി. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് വേണം നമ്മുടെ മലയുടെ മുകളിലോട്ട് വീണ്ടും കയറാൻ. അപ്പോൾ റോഡ് കട്ട് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതുവഴി വീണ്ടും നമ്മുടെ മലയുടെ മുകളിലോട്ട് കയറി പോകണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മള് ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും മലയുടെ മുകളിൽ തന്നെ വന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല പ്രത്യേകിച്ച്. ഇതേ ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ JCB വെച്ചിട്ട് ഇങ്ങനെ ഓരോ തള്ളി ഇങ്ങനെ പോവാണ്. ഇവിടെ കണ്ട മൊത്തം ചളിയാണ്. ഇതിലൂടെ നേരത്തെ പോയി നോക്കി, പക്ഷെങ്കിൽ വണ്ടി മൊത്തം താഴ്ന്നു പോകുന്നുണ്ട്.
അതുകൊണ്ട് നമ്മൾ വെള്ളമില്ലാത്ത ഏരിയയിലെ ചളിയൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ തട്ടി തട്ടി ഏതാണ്ട് ലെവലാക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇറ്റാച്ച് ഇവിടെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് എന്തിനാ ലെവലാക്കുന്നതെന്ന് വെച്ചാൽ ഇത് ശരിക്കും നമ്മൾ ലെവലാക്കി പോകുന്നതല്ല, ഈ കൂടി നിൽക്കുന്ന മണ്ണൊക്കെ നമ്മളൊന്ന് തട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ മഴക്കാലം കഴിയുമ്പോൾക്ക് ഈ ഏരിയ മൊത്തത്തിലൊന്ന് ഫ്ലോട്ടായി വരും. കാരണം വെള്ളമൊക്കെ കുടിച്ച് മൊത്തത്തിലൊന്ന് സെറ്റായി വരും ഈ മണ്ണൊക്കെ. പിന്നെ മുകളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവലൊന്ന് മാറ്റിയാൽ മാത്രം മതി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇറ്റാച്ച് ചെയ്ത് കണ്ടോ, നല്ല കാര്യമായ പണി തന്നെയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴക്കാറുണ്ട്. ഇപ്പൊ മഴ പെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ നമ്മൾ 2-3 ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് പണി. കാരണം നമ്മുടെ സൈറ്റുകളിലൊക്കെ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. പിന്നെ നമ്മുടെ ടോറസ് ലോറികളൊക്കെ എല്ലാ വണ്ടിയും ഒരുമിച്ച് ഓടുന്നില്ല. ഒരു ദിവസം 2-3 വണ്ടി മാത്രമേ ഓടുന്നുള്ളൂ. മെയിനായിട്ടുള്ള കാരണം ഇത് തന്നെയാണ്. നമ്മുടെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാര്യമായിട്ടുള്ള പണിയില്ല. അതാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ പണിയിൽ ഒന്നുകൂടി സെറ്റായി വരണമെങ്കിൽ ഈ മഴക്കാലമൊക്കെ ഒന്ന് കഴിയണം. അതുവരെ ഇങ്ങനെ തട്ടിമുട്ടി അങ്ങ് പോയേ ഉള്ളൂ. അപ്പൊ ഒന്നാമത് വീണ്ടും ഇപ്പത് നേരത്തെ വെയിലായിരുന്നു, വീണ്ടും മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഗ്ലാസ് ഒക്കെ മൊത്തം മഴക്കാർ വന്നിങ്ങനെ മഴത്തുള്ളികൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നല്ല ഇടിവെട്ട് മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ നോക്കിയാണ്ടോ, ഓരോ തുള്ളികളായിട്ട് ഇങ്ങനെ നല്ല കനത്തി പെയ്യാണ്. അപ്പം നമ്മുടെ ഇറ്റാച്ചൊക്കെ തൽക്കാലത്തേക്ക് വർക്ക് നിർത്തി അവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഈ മഴയത്തിപ്പോൾ ഇതുപോലത്തെ വെള്ളം മാത്രം ഉണ്ടോ, ഇതുപോലത്തെ വെള്ളം മാത്രം കോരിയിടേണ്ടി വരും. അപ്പോൾ വീണ്ടും കച്ചറിയാവും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും. അപ്പം മഴയൊക്കെ കുറഞ്ഞപ്പോൾ നമ്മുടെ ഇറ്റാച്ച് ഇതേ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും വലിയ ചളിയൊന്നും ഇല്ലാത്ത ഭാഗങ്ങളിൽ നോക്കിയിട്ട് നമ്മുടെ ഇറ്റാച്ച് വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മഴ നിൽക്കുന്നതും കാത്തു നിന്നാൽ നമ്മുടെ പരിപാടി ഒന്നും നടക്കൂല. അപ്പം മഴയൊക്കെ പോയപ്പോൾ നമ്മൾ രണ്ടുപേരും ഇതേ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും, നമ്മളും JCB-യും അതുപോലെ തന്നെ ഇറ്റാച്ചിയും നല്ല ഇടിവെട്ട് മണ്ണ് മറിക്കലാണ്. ലോഡിംഗ് അല്ല, മണ്ണ് കോരിയിട്ട് അപ്പുറത്തേക്ക് മറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റാച്ചി ഈ സൈഡിൽ നിന്ന് പണിയെടുക്കുന്നു, JCB ഈ സൈഡിൽ നിന്ന് പണിയെടുക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ സ്ഥലം കാണുമ്പോൾ നമുക്കിത് ഒന്നും കാര്യമായിട്ട് തോന്നില്ല. ഇവിടെയൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ്, അവിടെ പോയിട്ട് നിൽക്കാമെന്നൊക്കെ ഒരു ധാരണ ഉണ്ടാവും. പക്ഷെങ്കിൽ മിന്നുന്നതൊന്നും പൊന്നല്ലെന്ന് പറഞ്ഞാലോട്ട് ആ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടോ. അവിടെ ഈ സ്ഥലം കണ്ടോ, ഇവിടെ നമുക്ക് നല്ല നിൽക്കാൻ പറ്റിയൊരു അന്തരീക്ഷമുള്ള സ്ഥലമല്ലേ, മൊത്തം നല്ല ചരട് കല്ലൊക്കെ ആയിട്ട്. അപ്പം അങ്ങോട്ട് വണ്ടി പോയാലുള്ള അവസ്ഥ കണ്ടോളൂ. നമ്മളെ ജസ്റ്റ് അവിടം വരെ വണ്ടി കയറ്റി തിരിച്ചിങ്ങോട്ട് വരികയാണ്. ഇനി അവിടുത്തെ ആ ഒരു അവസ്ഥ കണ്ടോളെ, കണ്ടോ, വെറും ചളിയാണ്. അറിയാണ്ട് പോലും കാല് വെച്ച് പോയാല് മൊത്തം പണി പാളി. കണ്ടാ നല്ലൊരു ഉറപ്പുള്ള സ്ഥലമാണ്, പക്ഷെ എങ്കിലെന്താ മുട്ടോളം ചളിയായ കേട്ടോ ഈ സ്ഥലത്ത്. മുട്ടോളം ചളിയായിരുന്ന സ്ഥലമാണ്. കണ്ടോ, വണ്ടിയുടെ ടയർ മൊത്തം പകുതിയോളം ചളിയിൽ താഴ്ത്താണുള്ളത്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഈ സ്ഥലമൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇവിടെ കാല് വെക്കാണ്. അപ്പൊ നമ്മൾ ഇറ്റാച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതുവഴി ഉള്ള പരിപാടിയാണ്. കാരണം അപ്പുറം മരത്തിന്റെ ഇത് മരം തട്ടുന്നതുകൊണ്ട് ഇറ്റാച്ചിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് സൈഡിലോട്ട് മാറിക്കൊടുത്തു. അങ്ങനെ നമ്മുടെ ആശാനത് അങ്ങോട്ടേക്ക് വെച്ച ഇളക്കുകയാണ്. അപ്പൊ നമ്മളൊരു 10 ബക്കറ്റ് ഇടേണ്ട, ഇവനാകുമ്പോൾ ഒരു ബക്കറ്റ് മാത്രം മതി.
നമ്മൾ ചുമ്മാ ഇങ്ങനെ വെറുതെ കോരിക്കോരി ഇടലേ ഉണ്ടാവും. നമ്മൾ 1 മണിക്കൂർ എടുക്കേണ്ട വർക്ക് ഇയാൾ 10 മിനിറ്റ് കൊണ്ട് തീർക്കും. അപ്പൊ പിന്നെ നമ്മുടെ ഇറ്റാച്ചിനെ അങ്ങ് ഇറക്കി. കാട്ടിൽ കൂടെ ഒരു ആന പോകുന്ന പോലെ ഉണ്ട് ശരിക്കും. ഇത് വീണ്ടും മഴ പെയ്ത് തുടങ്ങി കേട്ടോ. കണ്ടോ വെള്ളത്തിലൊക്കെ നോക്കി. ഒരുപാട് മണ്ണ് നമ്മൾ മറച്ച് പോകുന്നുണ്ട്. ഇനി കുറച്ച് ഈ ഏരിയ കൂടി ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നത് ആ കാണുന്ന മണ്ണാണ് മറിക്കാനുള്ളത്. അപ്പം നമ്മുടെ ഇറ്റാച്ചി പണി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കടലിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ കടൽ കാണുന്നില്ല. അപ്പോൾ മഴ പെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ മഴ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഇറ്റാച്ച് ഇതേ കുറേ മണ്ണൊക്കെ കോരിയിട്ട് അങ്ങോട്ട് പോവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഡീസൽ അടിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. ഡീസൽ തീരാറായി വണ്ടിയിൽ. ഇനി താഴെ പോയിട്ട് ഡീസൽ അടിക്കണം. ഇത്രത്തോളം ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് രണ്ടാമത് മാറ്റി അങ്ങോട്ടേക്ക് വലിച്ചിടണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതേ മലേൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മളെ നേരെ ഫ്രണ്ടിലായിട്ട് ഇതേ വലിയൊരു കുളം തന്നെ കാണാം. നമുക്ക് സൈഡിൽ കൂടെ അങ്ങ് തെറ്റിച്ച് പോകണം. വണ്ടി നല്ലോണം സ്ലിപ്പാകുന്നുണ്ട് കേട്ടോ. കണ്ടോ, നേരെ സ്ലിപ്പായി ഊരിപ്പോയാൽ വണ്ടി മറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് വണ്ടീനെ കറക്റ്റ് കിട്ടുന്നില്ല. നല്ല റിസ്ക് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ വണ്ടി മറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇനിയിപ്പം വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇനി ഇതുവഴി പോയാൽ വണ്ടി മറിയും. അപ്പൊ നമുക്ക് എല്ലാ കൈ കൊണ്ട് നല്ല കുത്തിയെടുത്ത് മാറ്റി വെക്കണം. കണ്ടോ, മൊത്തം ഇവിടെ നൂരി ബക്കറ്റൊക്കെ തട്ടിയാണുള്ളത്. നല്ലോണം ചെരിഞ്ഞിട്ടാണ് വണ്ടി ഉള്ളത്. അപ്പൊ നല്ല രീതിയിൽ ചെരിഞ്ഞിട്ടാണ് ഉള്ളത്. മഴ പെയ്ത് വണ്ടി ഊരി പോകുന്നുണ്ട്. ഇവിടെ നല്ല റിസ്ക് ആണ് കേട്ടോ വണ്ടി കയറ്റാൻ ഇറക്കാനൊക്കെ. കണ്ടോ, നല്ല വെള്ളമൊക്കെ കുത്തി ഒലിച്ച് വന്നു തുടങ്ങി. ഇവിടെ കണ്ടോ മൊത്തം ഒരു കുളം പോലെയായി കിടക്കുകയാണ്. അതേപോലെ ഈ ഡോർ തുറന്നാൽ കണ്ടോ, ഇവിടെ ഭയങ്കര കട്ടിങ് ആണ്. ഇതിന്റെ മുകളിലേക്ക് ഇനി നമ്മൾ വണ്ടീനെ കുത്തിയെടുത്ത് വെക്കണം. അല്ലേ വണ്ടി താഴ്ക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ കുത്തിയെടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെയാണ് ടയറ് താഴ്ന്നു പോയത്. അതാണ് കാരാണ്ടായി പോയത്. ഊരി വന്നിട്ട് അവിടെ വന്ന് നിന്നാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചടിക്ക് ഇതുവഴി വരാനാണ് വണ്ടി സ്ലിപ്പായി ഇവിടെ പോയി. അപ്പൊ ഇനി നമുക്ക് നേരെ സൈഡിലൂടെ പോയാൽ നമ്മൾ നേരെ വെള്ളത്തിൽ മറിഞ്ഞു വീഴും. അതേമാതിരിയുള്ള വെള്ളമാണ്. ഇനി നേരെ താഴട്ടോ. ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന വഴി. ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ വണ്ടി സ്ലിപ്പായിട്ട് അങ്ങ് പോവേ ഉള്ളൂ. നേരെ പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സൈഡും കൂടെ പോയാലാണ് നമുക്ക് പണിയാവും. അത് നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മൾ വന്നത്. ഇനി നേരെ ഫുഡ് കഴിക്കണം. ഇനി തിരിച്ച് വീണ്ടും മലയുടെ മുകളിൽ പോകണം. അവിടെ ഇറ്റാച്ചി കുറച്ച് വലിച്ചിട്ട സ്ഥലമൊക്കെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് തള്ളി കൂട്ടി കൊടുക്കണം. എന്നാലാണ് ഇറ്റാച്ചിക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. ഇറ്റാച്ചി നേരത്തെ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടേ മുകളിലേക്ക് പോകുള്ളൂ.
അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല ഇടിവെട്ട് മഴയാട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ JCB ഇവിടെ കിടപ്പുണ്ട്, അതേപോലെ തന്നെ ഇറ്റാച്ചിയും ഇവിടെ കിടപ്പുണ്ട്. അപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് ഡീസൽ അടിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ട് വേണം ഡീസലൊക്കെ അടിക്കാൻ. മൊത്തത്തിൽ പെയ്ത് കൊളാക്കിയിട്ടുണ്ട് മഴ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് വണ്ടിയിലിട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ ഇറ്റാച്ചി കൂടെ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് പായൊക്കെ ഇട്ടിട്ടാണ് ഡീസൽ അടിച്ചത്. അപ്പോൾ ഡീസലൊക്കെ അടിച്ച് കഴിഞ്ഞ് വണ്ടിയോടെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും മലയുടെ മുകളിലോട്ട് കയറി പോകണം. മഴ നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം എപ്പോഴും ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് ഹൊസങ്കടി ഭാഗത്തോട്ടൊക്കെ ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണ്. അപ്പം നമ്മുടെ മലയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഇറ്റാച്ചി ഇവിടുന്ന് എടുത്തു. നല്ല മഴയാണ് ഇവിടെ പുറത്ത്. നല്ല ഹെവി ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോ സൈറ്റിന്റെ അവസ്ഥ. അതേ നോക്കി, നല്ല ഇടിവെട്ട് മഴയാണ്. അപ്പൊ നമ്മളെ ചെക്കന്റെ മന്ദം പോവാണ്. നമ്മളും തൊട്ട് പിറകിലായിട്ട് അതിന് പോകുന്നുണ്ട്. ഇറ്റാച്ചി എന്തായാലും അതുവഴി കയറിപ്പോവും. നമ്മൾ അതുവഴി കയറിപ്പോവും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇറ്റാച്ചി നല്ല കൂളായിട്ട് അങ്ങ് പോകും കേട്ടോ. കാരണം ചെയിനാണ്, ട്രാക്കാണ് സാധനം. നമ്മുടെ ടയർ ആയതുകൊണ്ട് അവിടെ സ്റ്റക്കായി പോകും. ഇനി നമുക്ക് ഇറ്റാച്ചി കയറിയതിന് ശേഷം നമുക്ക് വൈകുന്നേരം കയറാം, പിറകെ കയറാം. അള്ളിപ്പിടിച്ച് കാരി പോവാണ് കേട്ടോ മൂപ്പറ്. അങ്ങനെ ഇറ്റാച്ചി മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അധികം നമുക്കും ഒന്ന് പോയി നോക്കാം. നല്ല ഇടിവെട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളക്കുത്താണ് ഇതുവഴിയൊക്കെ. നമ്മളെ JCB കയറുമോന്നറിയില്ല. നല്ല കയറ്റാണ് കേട്ടോ. കുഴപ്പമില്ല, നമ്മുടെ JCB കയറി പോയിട്ടുണ്ട്. നമ്മൾ ഇറ്റാച്ചിക്കുട്ടം പോകുന്നത് നേരെ വെള്ളത്തിലൂടെ ഒരു കുളത്തിലൂടെ പോകുന്ന പോലെയാണ് കേട്ടോ. ഇവിടെയൊക്കെ കുത്തി വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇങ്ങനെയാണ് പോകുന്നത് കണ്ടോ. അത്രത്തോളം വെള്ളമാണ്. അപ്പൊ നമ്മുടെ JCB എടുത്ത് അതുവഴി പോകാൻ പറ്റില്ല. JCB എടുത്ത് പോവുകയാണെങ്കിൽ നമ്മളവിടെ താഴ്ന്നു പോകും. ഇറ്റാച്ചി തന്നെ കഷ്ടപ്പെട്ടേ പോകുന്നത്. അത്രത്തോളം വെള്ളമാണ് കേട്ടോ ഇവിടെ. ഇറ്റാച്ചി വരെ സ്ലിപ്പായി കളിക്കുകയാണ്. കേട്ടോ, ഇറ്റാച്ചി സ്ലിപ്പായി കളിക്കുന്നുണ്ട്. ഇറ്റാച്ചി വരെ അവിടെ കയറുന്നില്ല. അപ്പൊ നമ്മുടെ ഇറ്റാച്ചി ഇതുവഴി കയറിപ്പോയില്ല, അവിടെ സ്ലിപ്പായി പോയി. അപ്പൊ ഇറ്റാച്ചി വേറെ ഒരു സ്ഥലത്തുകൂടി മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്ത് മൊത്തം ചളിയായിട്ടാണ് കേട്ടോ. നമ്മുടെ ഇറ്റാച്ചി പോലും മുകളിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും നല്ല രീതിയിലുള്ള മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇറ്റാച്ചി അതുവഴി ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നൈസായിട്ട് ഇപ്പോ പോകുന്ന സ്ഥലമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം നേരെ പോയി കഴിഞ്ഞാല് വലിയൊരു കുണ്ടിലേക്കാണ് പോയി വീഴുക, ചടിക്കുണ്ടില്. അതിൽ താഴ്ന്നു പോകും കേട്ടോ.
അപ്പൊ ഇനി നമുക്കും ഇതുവഴി ഇറങ്ങിപ്പോണം. നേരെ പോയി കഴിഞ്ഞാല് നമ്മുടെ അരവര ചളിയാണ് ഫ്രണ്ടിൽ കാണുന്ന വെള്ളത്തില്. അരവര മൊത്തം താഴ്ന്നു പോകും. അപ്പൊ വണ്ടി എടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ടാറിന്റെ പകുതി മുക്കാലോളം ആ ചളി താണു പോകും. അപ്പൊ നമുക്ക് ഇതുവഴി ഇറങ്ങി പോകണം. അപ്പൊ നമ്മുടെ ഇറ്റാച്ച് താഴ്ന്ന് അതുവഴി വട്ടം വരഞ്ഞ് റൗണ്ടായിട്ട് ഇറങ്ങി പോകുന്നു. അത്യാവശ്യം നല്ല മഴയാണ് ഇപ്പൊ പെയ്ത് കഴിഞ്ഞത്. ഇപ്പൊ ചെറുതായിട്ട് പാറുന്നേ ഉള്ളൂ. പതിയെ നമ്മുടെ ചെക്കൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇനി അതുവഴി നമുക്കും ഇറങ്ങി പോകണം കേട്ടോ. ദൂരെയായിട്ട് നല്ല അടിപൊളി ഒരു കാഴ്ചയും കാണാം ട്രെയിന് പോകുന്നത്.